മന്ത്ലി 8000 ദിറംസ് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്തുകൊണ്ട് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു കിടിലം വില്ല, അത് 3800 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു വലിയ വില്ല, ഇൻഡിപെൻഡന്റ് വില്ല. നിങ്ങൾക്ക് 4 ബെഡ്റൂമോട് കൂടിയിട്ട് മജ്ലിസോടൊക്കെ കൂടിയിട്ട് വരുന്ന ഒരു അടിപൊളി വില്ലന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ലാൻഡ് ഏരിയ 3050 സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വില്ലയിൽ 3800 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മളെ ബിൽഡ് ഏരിയ വരുന്നത്. കണ്ടല്ലോ, കയറി വരുമ്പോൾ തന്നെ നമുക്ക് കവേർഡ് ആയിട്ടുള്ള ഒരു പാർക്കിംഗ് കാണാൻ കഴിയും. നമ്മളെ വില്ലയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് 2 ഡോറുകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് കയറുകയാണെങ്കിൽ മജ്ലിസിലേക്കുള്ള ഡോറും, നേരെ കയറി വരുമ്പോൾ നമുക്ക് നമ്മളെ ലിവിംഗ് ഏരിയയിലേക്കുള്ള ഡോറുമാണ് കാണാൻ കഴിയുന്നത്. നമ്മൾ ലിവിംഗ് ഏരിയയുടെ ഡോറിലൂടെ കടന്നു വരുമ്പോൾ നമുക്കിതാ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, അത്രയും സ്പേസ് കൊടുത്തും കൊണ്ട് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ. വിൻഡോസ് ഒക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലിവിംഗ് ഏരിയയിൽ നിന്നും അടുത്തത് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് ഈ വീടിന്റെ മജ്ലിസിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു മജ്ലിസ് നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാൻ കഴിയും. നിങ്ങൾ സോഫ ഒക്കെ കൊടുത്ത് ഇവിടെ സെറ്റ് ചെയ്യാൻ കഴിയും. TV ഒക്കെ കൊടുത്ത് നന്നായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് സീലിംഗ് ഒക്കെ കൊടുത്ത് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി മജ്ലിസ് കാണാൻ കഴിയും. അത് ഫുള്ളി ഇത് സെൻട്രൽ AC ആണ് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എടുത്ത് പറയേണ്ടത്. ഈ മജ്ലിസിൽ നിന്നും നേരെ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതാ ഇവിടെ ഒരു വാഷ് ഏരിയ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു കോമൺ ടോയ്ലറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വില്ലയുടെ ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമിനോടൊപ്പം നല്ല വലിയൊരു വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ബാത്റൂം ഇവിടെ കാണാൻ കഴിയും കേട്ടോ. കണ്ടല്ലോ, വലിയൊരു ബാത്തിങ് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിന്റെ മറ്റൊരു എടുത്ത് പറയേണ്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ബാത്റൂമിലും കബോർഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പല ഡിസൈനിലായിട്ടുള്ള കബോർഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, വാഷ് ഏരിയ ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള വാഷ് ഏരിയ കാണാൻ കഴിയും. നമ്മൾ ലിവിംഗ് ഏരിയയിൽ നിന്നും നമുക്ക് നേരെ വരുന്നത് ഈ വീട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഭംഗി കൂടിയ ഒരു ഏരിയയിലേക്ക് കൂടിയാണ്. കണ്ടല്ലോ, ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണ്, അതും നന്നായിട്ട് ഡെക്കോർ ചെയ്തിട്ടുള്ള വാൾഡ്രോബ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടല്ലോ, കുക്കിംഗ് റേഞ്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വാഷ് ചെയ്യാനുള്ള വാഷ് കൗണ്ടർ 2 സ്ഥലത്തായിട്ട് വാഷ് കൗണ്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, ഈ സൈഡിലും വാഷ് കൗണ്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വില്ലന്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത, ഇവിടെ സെൻട്രൽ AC ആയതുകൊണ്ട് തന്നെ കിച്ചൺ വരെ അറ്റാച്ച്ഡ് ആയിട്ട് സെൻട്രൽ AC എന്നുള്ളത് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ്. നമ്മളിതാ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. നല്ല ഭംഗിയുള്ള സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റൈലസ് സ്റ്റീലിലും ഗ്ലാസിലും ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഈ സ്റ്റെയർ കേസിന്റെ മേലെ നല്ലൊരു ഡബിൾ ഹൈറ്റിലുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ലൈറ്റിംഗ് ഒക്കെ കൊടുക്കുമ്പം ഈ വീടിന്റെ ആംബിയൻസ് ശരിക്കും എടുത്തു കാണിക്കാനും ഇതിന്റെ ലൈറ്റിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്. നമ്മളിതാ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പം നമുക്ക് കാണാൻ കഴിയും ഒരു മിനി പാൻട്രി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മിനി പാൻട്രി, ഒരു മിനി ലിവിംഗ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോഫ ഒക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. വേറെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും വലിയൊരു ബാൽക്കണി. കണ്ടല്ലോ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് കൊടുത്തിട്ടുള്ള വലിയൊരു ബാൽക്കണി നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എമിറേറ്റ്സ് റോഡാണ് കടന്നു പോകുന്നത്. ഈ കാണുന്ന റോഡ് എമിറേറ്റ്സ് റോഡാണ്. ഇവിടുത്തെ നിങ്ങൾക്ക് ദുബായ് ആക്സസും അതുപോലെ ഷാർജ ആക്സസും കിട്ടും. അപ്പോൾ പല ആൾക്കാരും, ദുബായിലുള്ള ആൾക്കാരൊക്കെ അജ്മാനിൽ വീട് എടുക്കുമ്പം പല ആൾക്കാരും പറയുന്നതാണ് ആക്സസിന്റെ ബുദ്ധിമുട്ട്. ഇവിടെ ദുബായിക്കാണെങ്കിലും ഷാർജയ്ക്കാണെങ്കിലും ഒരുപോലെ പോകാനുള്ള ആക്സസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഒരു ലൊക്കേഷനും കൂടിയാണ് ഈ വില്ല നിൽക്കുന്നത്. നമ്മളെ ഫസ്റ്റ് ബെഡ്റൂമാണ്, ഫസ്റ്റ് ഫ്ലോറിൽ വരുന്ന ഫസ്റ്റ് ബെഡ്റൂമും ഈ വില്ലയുടെ സെക്കൻഡ് ബെഡ്റൂമിലേക്കുമാണ് നമ്മൾ കയറിയിട്ടുള്ളത്. സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ വില്ലയോട് കൂടി വരുന്ന വലിയ ഒരു ബെഡ്റൂം നിങ്ങൾക്ക് കാണാൻ കഴിയും. നല്ല സ്പേസ് കൊടുത്തിട്ടുള്ള വലിയൊരു ബെഡ്റൂമാണ്. എന്ന് എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ഒരു ബാത്റൂമാണ്. ബാത്ത് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ജാക്യൂസി സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്ന് സെറ്റ് ചെയ്താൽ മതി. കണ്ടല്ലോ, ബാത്ത് ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ഏരിയ കണ്ടല്ലോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ഒരു വാഷ് കൗണ്ടർ ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വലിയ മിറർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ മറ്റുള്ള റൂമിൽ കണ്ടതുപോലെ തന്നെ കണ്ടല്ലോ, ഇവിടെ വലിയൊരു കബോർഡ്സ് നമുക്ക് ബാത്റൂമിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു എടുത്തു പറയേണ്ട പ്രത്യേകത. നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ നല്ലൊരു വലിയ ഒരു ഏരിയ വാൾഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം അഥവാ ഈ വില്ലയിലത്തെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളത്. ഇവിടെയും കാണാം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം, അതുപോലെ നല്ലൊരു വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീണ്ടും എടുത്തു പറയേണ്ട നമ്മുടെ ബാത്ത് ഏരിയയിലേക്ക് കടന്നു വരുമ്പം
ബാത്ത് ഏരിയയിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ബാത്ത് ഏരിയയും ക്ലോസറ്റും അതുപോലെ തന്നെ വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇതാ നമ്മൾ എടുത്തു പറയേണ്ട മറ്റേ വാൾ ഡ്രോപ്സ്, അതും ഓരോ റൂമിലും ഓരോ ഡിസൈനിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സ്ഥലത്ത് ഗ്ലാസ് ആണെങ്കിൽ മറ്റു സ്ഥലത്ത് വുഡിന്റെ ഡിസൈനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ള വാൾ ഡ്രോപ്സും സ്പേഷ്യസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലെ 3rd ബെഡ്റൂമും വില്ലയിലെ 4th ബെഡ്റൂമിലേക്കും നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമിനോടൊപ്പം ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്പേസ് ഉള്ള ഒരു ബാത്റൂം കൊടുത്തതോടൊപ്പം കണ്ടല്ലോ നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള വാഷ് ഏരിയ ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഇവിടെ വാൾ ഡ്രോപ്സും നമുക്ക് ഈ സൈഡിൽ കാണാൻ കഴിയും. ഈ സൈഡിൽ നമുക്ക് വാൾ ഡ്രോപ്സും കൊടുത്തിട്ട് അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വാൾ ഡ്രോപ്സും നിങ്ങൾക്ക് കാണാൻ കഴിയും. ക്ലോത്ത്സ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സൗകര്യത്തോടും കൂടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഡബിൾ ഹൈറ്റിൽ നല്ല ഒരു ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിന്റെ ലൈറ്റിംഗ് ആംബിയൻസ് കൂട്ടാനും വീടിന് ഭംഗി കൂട്ടാനും വേണ്ടിയിട്ട് നല്ലൊരു ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിലൂടെ കയറി വരുമ്പം ഈ ഒരു ലൈറ്റിംഗ് നന്നായിട്ട് ഈ വീട്ടിനെ അട്രാക്ട് ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. മന്ത്ലി 8,000 ദിറംസ് പേയ്മെന്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു വലിയ വില്ല, അതും അജ്മാൻ യാസ്മയിൽ ദുബായ് ആക്സസും ഷാർജ ആക്സസും ഉള്ള റോഡിന്റെ തൊട്ടടുത്തായിട്ട് ഹൈവേന്റെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു വലിയ വില്ല. 3800 സ്ക്വയർ ഫീറ്റ് ബിൽഡ് ഏരിയയും 3050 സ്ക്വയർ ഫീറ്റ് ലാൻഡ് ഏരിയയും വരുന്ന 4 ബെഡ്റൂമോട് കൂടിയിട്ട് വരുന്ന വലിയൊരു വില്ല. മജ്ലിസും കിച്ചണും ഒക്കെ അടങ്ങുന്ന വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു വില്ല. നാട്ടിലെങ്ങനെയാണോ നിങ്ങളൊരു വില്ല വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്ലോട്ട് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലാൻഡ് വാങ്ങിക്കുന്നത്, അതുപോലെ 100% നിങ്ങളുടെ ഓണർഷിപ്പിൽ വെക്കാൻ കഴിയുന്ന ഒരു വില്ല, നിങ്ങളെ മക്കൾക്ക് തലമുറകളായിട്ട് കൈമാറാൻ കഴിയുന്ന ഒരു വില്ല. ഈ വില്ല നിങ്ങൾ മന്ത്ലി 8,000 ദിറംസ് പേയ്മെന്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.